റിപ്പോർട്ട് സമർപ്പിച്ചില്ല. 51 റിയൽ, 3 വീടുകൾ വേണം. ചാച്ചാ, ആ ചക്രമുത്തെ ഞാൻ പോവാണേ. വല്ലതും കഴിച്ചോ മോളെ? വേണ്ട കഴിച്ചു പോയാ മതി. ലിസിയേ, വേണ്ട. ലിസി, കൊച്ചിന് വല്ലതും കൊടുക്കും മോളെ. വേണ്ട കൊച്ച കഴിച്ചു പോ. മതി അമ്മ. മോളെ കൊട കൊണ്ടുപോകാൻ. കൊച്ചെ, വേണ്ട ചാച്ചാ. കൊട എടുത്തോണ്ട് പോകാൻ. മുത്തേ, അവിടെ നില്ലേ, കൊട എടുത്തോണ്ട് പോകാൻ. മഴ പെയ്യുന്ന കണ്ടില്ലേ? അവിടെ നിന്നേ. പിടിച്ചോണ്ട് പോയി. കൊണ്ട് ഓ, തല്ല് മേടിക്കും കേട്ടോ. ആ, പൊക്കെ പൊക്കെ പൊക്കെ. ആ, ഓക്കെ ശരി, ടാറ്റാ. മുത്തേ, എന്നെ ചാച്ചാ നല്ല ഒന്നാന്തരായിട്ട് മസാജ് ചെയ്ത് രൂപ 15 അങ്ങ് എണ്ണി തരുന്നത്. എപ്പ തന്നു? തരും. ഇപ്പൊ പറ്റായിട്ട് അങ്ങ് എഴുതി വെച്ചോ. തേച്ചിന്റെ കൈ തേഞ്ഞത് മിച്ചം. മുത്തേ, എന്നെ ചാച്ചാ ഇന്ന് ടൗണിൽ വെച്ച് നമ്മുടെ കൊച്ചിനൊരു കോലുമുട്ടായി വാങ്ങിച്ചു കൊടുത്തു. ഏത്, നമ്മുടെ അപ്പാപ്പന്റെയാ? എന്നിട്ടോ? മുട്ടായി കൊടുത്തപ്പം എന്റെ മുത്തന്നെ നോക്കി ചിരിക്കുന്ന പോലെ അവളൊരു ചിരി ചിരിച്ചു. അല്ലേലോൾ എന്നെ പോലെ സുന്ദരിയാ. അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. അപ്പടെ കള്ള ആ പൂതി അങ്ങ് മനസ്സിലിരിക്കത്തേ ഉള്ളൂ. മുത്തേ, അവിടെ നില്ലടി. ആഹാ, നീ എന്നെ ഞുള്ളി പറിക്കാനായി. എന്നെ നില്ല അവിടെ. കിട്ടൂല. ഇങ്ങ് വാ ചാച്ചാ. Happy birthday to you. ഹാപ്പി Happy ബർത്ത്ഡേ birthday ടു യു. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. ഇതൊരു അന്യായമായി പോയട്ടോ. ജനിച്ച പിന്നെ ഇത് ആദ്യമായിട്ടാ ഒരു പിറന്നാൾ ആഘോഷവും കേക്ക് മുറിയും തൊപ്പിയും ഒക്കെ. എന്റെ മുത്ത് കരയുവാണോ? അമ്മയാ പറഞ്ഞത് ചാച്ചന്റെ ബർത്ത്ഡേ ആണ്. ഈ കേക്കും തൊപ്പിയൊക്കെ എന്റെ വകയാ. പിന്നെ മിസ്റ്റർ ജോസഫ്, ഇതിന്റെ ചെലവിലേക്ക് ഞാൻ കുറച്ച് കാശ് നോക്കിയിട്ടുണ്ട്. മുത്തേ, ചാച്ചന് കാപ്പി കൊടുക്കടി. മുത്തേ, മുത്തേ, ഈ കൊച്ചിത് എവിടെ പോയി കിടക്കുവാ? മുത്തേ, അപ്പച്ചാ, മുത്തിനെ കാണാനില്ലല്ലോ. മുത്തേ, അപ്പച്ചാ, അപ്പച്ചാ,
അപ്പച്ചാ ആ എന്നാ മോളെ? മുത്തിനെ കാണാനില്ല. ആ അവളെ ഇവിടെ എങ്ങാനും കാണും. അവളെ എവിടെയും കാണാനില്ല. അവളെ എവിടെ പോകാനാ? ഇല്ല അപ്പച്ചാ, ഞാൻ എല്ലായിടത്തും നോക്കി, അവളെ എവിടെയും കാണാനില്ല. മോള് സമാധാനായിരി, ഞാൻ നോക്കിയേച്ചു വരാം. മുത്തേ, മുത്തേ, മോളെ. അവളായിരുന്നു ഈ വീടിന്റെ ജീവൻ, ഞങ്ങളായിരുന്നു അവളുടെ സ്വർഗം. എന്നിട്ടോ ഞങ്ങളെ വിട്ടേച്ച് അവള് പോയി. എങ്ങോട്ടാണെങ്കിലും അവൾക്കൊന്ന് പറയാമായിരുന്നില്ലേ? നിങ്ങൾ വിഷമിക്കണ്ട, അവളെവിടെയും പോയില്ല. ഓളെ ചെങ്ങായിമാരുടെ ഒന്ന് അന്വേഷിക്കണം, എന്തെങ്കിലും വിവരം കിട്ടുമായിരിക്കും. ഞാനോട് ചങ്ങായിനോട് പറയും, ഒരു സ്വപ്നം കണ്ട പോലെ അത് വിസ്തരിച്ച് പറയും. പുതിയൊരു കൂട്ട് കിട്ടിയ അതും ആരോടൊക്കെ പിണങ്ങി അതും. ഹലോ ജോ, നീ എവിടെയാ? അതെന്നെ പറയാത്തേ? ശരി. ആ വാ 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 വാ, ആ പോട്ടെ. ആ മതി 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 മതി. ബൈ, വാ മോനെ. ജോസേട്ടാ, മോളുടെ വിവരം എന്തായി? ആ വരുവായിരിക്കും. മുത്തിന്റെ പപ്പ പോയ പിന്നെ ഈ നെഞ്ചത്തിട്ട് വളർത്തിയതല്ലേ, അവക്കത് മനസ്സിലാകുമായിരിക്കും. ജോസേട്ടാ, സാരമില്ല, അവള് വരും. സാധനം വെച്ച് കാണുന്നുണ്ട്. ജോ, ഇതെങ്ങോട്ടാ? പുറത്തേക്ക് കുടിച്ചിട്ട് പോ. വന്നിട്ട് കുടിച്ചിട്ട് പോന്നേ. വന്നിട്ട് പറഞ്ഞേ.
ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഞാൻ എന്നും ഇങ്ങനെയായിരുന്നു, ഇനിയും ഇങ്ങനെയായിരുന്നു. മനസ്സിലായ? അപ്പൊ നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ? എനിക്കത് ചുറ്റിയത്. ഇനി ഇതാണ് എന്റെ ജീവിതം. എനിക്ക് എന്റെ സുഖം, എന്റെ സന്തോഷം. ജോ നിക്ക് ജോ, ഇത് രണ്ടിലൊന്ന് തീരുമാനിക്കണം. ഒന്ന് കളി. അമ്മ അമ്മ പറ്റിപ്പോയമ്മ. വരൂ അമ്മ, വരൂ. എങ്ങോട്ടാ? നീ എങ്ങും പോണില്ല. എനിക്ക് പോണം ജോ, എനിക്ക് എന്റെ ചാച്ചന്റെ അപ്പച്ചന്റെ അടുത്തേക്ക് പോണം ജോ. എനിക്ക് പോണം, എനിക്ക് എന്റെ ചാച്ചന്റെ അപ്പച്ചന്റെ അടുത്ത് പോണം. അച്ഛനെ അമ്മേനെ വീട്ടിൽ വരുമ്പോ നീ എന്താ വിചാരിച്ച? എന്നെ തനിച്ചാക്കിട്ട് പോവാന്ന, എന്നെ തനിച്ചാക്കിട്ട് പോവാന്ന വിചാരിച്ച? എന്നെ തനിച്ചാക്കിട്ട് പോവാന്ന വിചാരിച്ച? ഹലോ ഹലോ, മുത്തിന്റെ അമ്മേ. മോളെ. മോളോ? മോള് പോയി. ഞാനവളെ കൊന്നു. മോളെ. മോളെ, മോളെ, എന്റെ മോക്ക് എന്നാ പറ്റി? പോവാനേ ഇടത്താനാ. മുത്തേ, അപ്പച്ച, മുത്ത് ടൗണി വന്നിട്ടുണ്ട്. എന്നോട് വേഗം ചെല്ലാ പറഞ്ഞു. അപ്പച്ച, വെള്ളം ഷർട്ട് എന്തിയെ? എന്നാ അപ്പച്ച ഇത്? അവക്ക് അവളെ കൂട്ടിക്കൊണ്ട് വരുമ്പം നല്ല ഡ്രസ് വേണമെന്ന് എപ്പോ പറയുന്നതല്ലേ. ഞാൻ പോയിട്ട് വരട്ടെ. അപ്പച്ച, അപ്പച്ച,
ജോസേട്ടാ എങ്ങോട്ടാ ജോസേട്ടൻ എന്തെങ്കിലും സാധനം വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചിട്ട് വരാം. മുത്തേ ടൗണി വന്നിട്ടുണ്ട് കൂട്ടാനല്ല പറഞ്ഞത്. നീ ഒന്ന് മാറിയേ. മുത്തേ